ഒരു വീക്ക് പേഴ്സണും ഒരു സ്ട്രോങ് പേഴ്സണും തമ്മിൽ ഡിഫറൻസ് എന്താണെന്ന് അറിയോ? ഈ വീക്ക് പേഴ്സണ് അവരെ മുകളിലുള്ളത് അവരെ കാറ്റഗറി എന്തായിക്കോട്ടെ, ഫൈനാൻസോ വർക്കോ സ്പോർട്സോ എന്തോ ആയിക്കോട്ടെ, ആ കാറ്റഗറിയിൽ അവരെ മുകളിൽ ആരാണുള്ളത് അവരെ പറ്റി ആൾക്ക് ടെൻഷൻ അടിക്കും. അയ്യോ അവരങ്ങനെ എത്തിയില്ലേ, അവരെന്തോ ഭാഗ്യം കൊണ്ട് എത്തിയതാണ്, അവരെ പോലെ ഒക്കെ ആയില്ലെങ്കിലും ഞാൻ അവരെ പോലെ അല്ലല്ലോ, അതിനെ പറ്റി ആളുകൾ ടെൻഷൻ അടിക്കുന്ന ആളാണ് വീക്ക് പേഴ്സൺ. സ്ട്രോങ് പേഴ്സൺ എന്താന്ന് പറയുന്നത്, സ്ട്രോങ് പേഴ്സണ് ആ മേലിലുള്ള ആളെ അപ്രിഷിയേറ്റ് ചെയ്യും, അവരെ കുറിച്ച് പഠിക്കും, അവരെങ്ങനെയാണ് അവിടെ എത്തിയത്, ഏത് പാത്താണ് യൂസ് ചെയ്തത്, അവരോട് ചോദിച്ചിട്ടും അവരെ മനസ്സിലാക്കിയിട്ടും അവരെ കുറിച്ച് പഠിക്കും. അതാണ് സ്ട്രോങ് പേഴ്സൺ ചെയ്യുക. ഇവിടെ ഇൻട്രസ്റ്റിംഗ് തിങ്, കോമഡി ആയിട്ട് തിങ് എന്താന്ന് വെച്ചാല്, രണ്ട് പേഴ്സണും ഫോക്കസ് ചെയ്യുന്നത് ഒരാളെ തന്നെയാണ്, ആ മേലിലെ ആളെ തന്നെയാണ്. പക്ഷെ രണ്ടാളെയും വീക്കും, ഒരാളെ വീക്കും ഒരാളെ സ്ട്രോങ്ങും ആക്കി. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവര് തിങ്ക് ചെയ്യുന്ന രീതിയാ. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരാള് വീക്കും അല്ല, ഒരാൾ സ്ട്രോങ്ങും അല്ല. അവരെങ്ങനെയാണ് അവരെ മുകളിൽ അവരെ ആ ഒരു അവരെ കാറ്റഗറിയിൽ അവരെ ആ ഒരു ഗോളില് ടോപ്പിലുള്ള ആളെ കാണുന്നത്. അതായത് ഒന്ന് ചില ആൾക്കാര് അയ്യോ അവരെ പോലെ ആയില്ലെങ്കിൽ അവരെ പോലെ ഞാൻ അല്ലല്ലോ എന്ന് വിചാരിക്കാറ്. ചില ആള് അവനെങ്ങനെ അവിടെ എത്തിയേ, അതെങ്ങനെ ഞാൻ അവിടെ എത്താം. സോ ഇറ്റ്സ് ആക്ച്വലി നിങ്ങൾ വീക്കും അല്ല, നിങ്ങൾ സ്ട്രോങ്ങും അല്ല. നിങ്ങൾ എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഇതിനെ കാണുന്നത്, അന്നേരമാണ് നിങ്ങളെ മേലിൽ ലേബൽ ആവുക. സോ ജസ്റ്റ് ഫോക്കസ് ഓൺ ദ റൈറ്റ് തിങ്.